ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ അല്പസമയം ദൈവത്തിന് മുമ്പാകെ ആയിരിക്കാൻ ദൈവം നൽകുന്ന ഈ അവസരത്തെക്കുറിച്ച് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. കഴിഞ്ഞ രാത്രികാലം നമ്മളായിരുന്ന സ്ഥാനങ്ങളിലൊക്കെയും കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. പുതിയൊരു പ്രഭാതം കാണുവാൻ നമുക്കിടയാക്കിയത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മൾ ഇന്നലെ കേട്ടു. വിപരീതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ദിവസങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ജ്ഞാനിയായ മകൻ വിപരീതം ഭോഷനായ മകൻ, ഉത്സാഹിയുടെ കൈ വിപരീതം മടിയുള്ളൊരു മനുഷ്യൻ, നീതിമാൻ വിപരീതം ഭോഷൻ. അങ്ങനെ നമ്മളെല്ലാം കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമുക്ക് നൽകുന്ന ഒരു ബുക്കായിട്ട് സദൃശവാക്യങ്ങളായിരിക്കുന്നു എന്നുള്ളതും നമ്മൾ ഇന്നലെ ചിന്തിക്കേണ്ടായി. തുടർന്ന് നമ്മൾ 12-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ പകയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും നമ്മൾ വായിക്കുന്നു. സ്നേഹം വിപരീതം പക. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ പക വളരെ കൂടിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. മനുഷ്യർ തമ്മിലുള്ള സ്നേഹം കുറഞ്ഞു വരുമ്പോൾ ക്ഷമിക്കാനുള്ള കഴിവും കുറയുന്നു. അതോടൊപ്പം പക കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം. പകയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന വർഷങ്ങൾക്ക് ശേഷം പകരം വീട്ടുന്നതായിട്ട് നമ്മൾ വാർത്തകളിലൊക്കെ കാണുന്നുണ്ട്. പക എന്ന് പറയുന്നത് ഒരു ഭവനത്തിൽ, ഒരു കുടുംബത്തിൽ തമ്മിലുള്ളവർക്ക് തന്നെ പരസ്പരം തോന്നാവുന്ന ഒന്നായിട്ടിരിക്കുന്നു. അതുകൂടാതെ അയൽപ്പക്കക്കാർ തമ്മിൽ, കുടുംബങ്ങളിലുള്ള സഹോദരങ്ങൾ തമ്മിൽ, അയൽപ്പക്കക്കാർ തമ്മിൽ, സ്റ്റേറ്റ്സ് തമ്മിൽ, രാജ്യങ്ങൾ തമ്മിൽ, രാഷ്ട്രങ്ങൾ തമ്മിൽ, അങ്ങനെ മനുഷ്യർക്ക് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് കുറയുന്നതോടൊപ്പം പക കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്നാൽ സകല ലംഘനങ്ങളെയും മൂടിക്കളഞ്ഞൊരു സ്നേഹത്തെക്കുറിച്ച് നമുക്കറിയാം. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ പ്രദർശിപ്പിച്ച സ്നേഹമാണ്. നമ്മുടെ എല്ലാ ലംഘനങ്ങളും ക്ഷമിച്ച് നമ്മളെ സ്നേഹിച്ച ഒരു സ്നേഹം നമ്മൾ വായിക്കുന്നുണ്ട്. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. നമ്മളെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിച്ച് നോക്കുക. നമ്മുടെ എല്ലാ ലംഘനങ്ങളും, നമ്മുടെ എല്ലാ പാപങ്ങളും കർത്താവ് ക്ഷമിച്ചു. അങ്ങനെ നമ്മൾ ഭാഗ്യവാന്മാരായിട്ട് തീർന്നിരിക്കുകയാണ്. ആ ഭാഗ്യത്തെക്കുറിച്ച് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. അതോർത്ത് ദൈവത്തെ തിരിച്ച് സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ ദൈവം നമുക്കിടയാക്കട്ടെ. എന്നിട്ട് നമ്മൾ ചിന്തിച്ചത് നാവും വാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ചിന്തിച്ചു. അതിനെ തുടർന്ന് നമ്മൾ പലതും ഇന്നത്തെ വേദഭാഗത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ വായിച്ചു, നീതിമാൻ്റെ വായ് ജീവൻ്റെ ഉറവാകുന്നു. 13-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, വേഗിയുടെ അധരങ്ങളിൽ ജ്ഞാനമുണ്ട്. 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഭോഷൻ്റെ വായ് നാശം വരുത്തുന്നു. 18-ാം വാക്യത്തിൽ നമ്മൾ പൊളിവായനെക്കുറിച്ചും ഏഷണി പറയുന്നതിനെക്കുറിച്ചും വായിക്കുന്നു. 19-ാം വാക്യത്തിൽ വാക്ക് പെരുകിയ ലംഘനം വരുമെന്നും അധരങ്ങളെ അടക്കി വയ്ക്കുന്നവൻ ബുദ്ധിമാനാണെന്ന് നമ്മൾ വായിക്കുന്നു. നമ്മൾ 20-ാം വാക്യത്തിൽ കാണുന്നു, നീതിമാൻ്റെ നാവ് മേത്തരമായ വെള്ളിയാണെന്ന് നമ്മൾ കാണുന്നു. 21-ാം വാക്യത്തിൽ നീതിമാൻ്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. ഇങ്ങനെ നാം നമ്മുടെ സംസാരം ക്രമീകരിക്കേണ്ടതിനെക്കുറിച്ച് ഒരുപാട് വായിക്കുന്നു. നമ്മൾ പുതിയ നിയമത്തിലേക്ക് തിരികുകയാണെങ്കിൽ എഫേസ്യ ലേഖനം 4-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മിക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. പൊതുവെ സ്ത്രീകളെക്കുറിച്ച് പറയുന്നൊരു കാര്യം, നമ്മൾ ഒരുപാട് സംസാരിക്കുന്നവരാണ് എന്നുള്ളൊരു ലേബലാണ് നമുക്കുള്ളത്. നമ്മൾ ഒരുപാട് സംസാരിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ പറയുന്ന വാക്കുകൾ അത് ആവശ്യം പോലെ വരണം എന്ന് ബൈബിൾ പറയുന്നു. അതുകൂടാതെ അത് ആത്മിക വർധനയ്ക്ക് ഉതകുന്നതായിരിക്കണം എന്ന് പറയുന്നു. നല്ല വാക്കല്ലാത്തൊന്നും പുറപ്പെടരുതെന്നും വചനം പറയുന്നു. ആ വിധത്തിൽ നമ്മുടെ വാക്കുകളെ ഒന്ന് ക്രമീകരിക്കാനായിട്ട് ദൈവം നമുക്കിടയാക്കട്ടെ. അതുമാത്രമല്ല, യാക്കോബിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ 3-ാം അധ്യായം 5 മുതൽ അങ്ങോട്ട് താഴോട്ടുള്ള വാക്യങ്ങളിലെല്ലാം നമുക്കറിയാം നാവിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു വേദഭാഗമാണ് ഇത്. വളരെ ചെറിയൊരു അവയവമാണെങ്കിൽ അത് വളരെ വമ്പ് പറയുന്നു. ചെറിയൊരു തീ ഒരു വലിയ കാട് കത്തിക്കുന്ന പോലെ നാവും വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വാക്കും എത്രത്തോളം സൂക്ഷ്മതയോടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു അവയവമാണ് നാക്കും എന്നുള്ളത് നമുക്ക് ഈ വേദഭാഗത്തു നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ വിധം നമ്മുടെ സംസാരവും നമ്മുടെ വാക്കും എല്ലാം സൂക്ഷ്മതയോടുകൂടെ ആയിരിക്കാനായിട്ട് ദൈവം നമുക്ക് ഏവർക്കും ഇടയാക്കട്ടെ. ഇനിയൊരു വാക്യം 10:22 നമ്മളിങ്ങനെ വായിക്കുന്നു, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോടൊന്നും കൂട്ടുന്നില്ല. സമ്പത്തെന്ന് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചിന്തകളിലെല്ലാം വരുന്നത് ഒരുപാട് പണം അല്ലെങ്കിൽ ഒരുപാട് അസറ്റ്സ് ഉള്ളവരെയാണ് നമ്മൾ സമ്പന്നന്മാരായിട്ട് ഈ ലോകം കാണുന്നത്. എന്നാൽ നമ്മുടെ സമ്പത്തെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും.
നമ്മളെ ധനവാന്മാരാക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. തൻ്റെ ധനത്തിനൊത്തവണ്ണം നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും തീർത്തു തരുവാൻ സാധിക്കുന്ന ഒരു ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ പൗരത്വമുള്ളവരായ നാം ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ടതായിട്ട് ഉള്ള കാര്യമില്ല. നമ്മുടെ അധ്വാനം കൊണ്ട് ഒന്നും നമുക്ക് നേടുവാനായിട്ട് സാധിക്കില്ല. നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചാലല്ലാതെ നമുക്കൊന്നും തന്നെ സാധ്യമല്ല എന്ന് ഈ വചനം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളിലും നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ ദുഃഖത്തിലുമൊക്കെ കർത്താവിൽ ചാരിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ, ആ ക്രിസ്തുയേശുവിൽ സമ്പന്നരായിരുന്ന് സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് ഏവർക്കും ഇടയാക്കട്ടെ. ഈ ചെറിയ ചിന്തകളാൽ ദൈവം നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.